എല്ലാവർക്കും നമസ്കാരം. നല്ല മറുമരങ്ങളിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ നമ്മുടെ മീഡിയാസ്, അതായത് പ്രിൻ്റ് മീഡിയയും വിഷ്വൽ മീഡിയയും ഉണ്ട്. ഇവരെല്ലാവരും സമൂഹത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പല തലങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. രാത്രിയുള്ള ചർച്ചകളും അതുപോലെ തന്നെ ന്യൂസ് ബുള്ളറ്റിനുകളായിട്ടും മറ്റും എല്ലാം പലതരത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ആശുപത്രികളെക്കുറിച്ചും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പല തലങ്ങളിൽ ആശുപത്രികളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുള്ള, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി, അത് വേണ്ട വിധത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് എല്ലാവരുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ, മീഡിയാസിൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, ഇത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നൊരു വിഷയമാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു ആസാം സ്വദേശിനിയായിട്ടുള്ള ഗർഭിണി വരുന്നു. അവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നു. അപ്പോൾ ഗർഭകാലത്തെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സിസേറിയന് വേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ആ സ്ത്രീക്കുള്ളത്. അതുകൊണ്ട് ഡോക്ടർ പറയുന്നത് സിസേറിയൻ ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ അത് തയ്യാറായി വരുന്നു. അനസ്തീഷ്യ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം സിസേറിയൻ വേണ്ടി അവർ അഡ്മിറ്റ് ആവുന്നു. അതുപോലെ തന്നെ സിസേറിയൻ ചെയ്യാൻ ഒരുങ്ങുന്നു. അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ആ ആസാം സ്വദേശിനി ആയിട്ടുള്ള ഗർഭിണിയുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോവുകയാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റിനകം സ്വാഭാവികമായിട്ടും തലച്ചോറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മരണം സംഭവിക്കാം, ആ സ്ത്രീക്ക് മരണം സംഭവിക്കാം. ആ അമ്മയ്ക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനും ഒരു 10 മിനിറ്റിനകം മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരവസരത്തിൽ ആ അനസ്തീഷ്യ ഡോക്ടറും അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റും കൂടി, അനസ്തീഷ്യ ഡോക്ടർ ആ സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. അതുപോലെ തന്നെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കാനുള്ള, സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കാനുള്ള ശ്രമം ഗൈനക്കോളജിസ്റ്റ് ആരംഭിച്ചു. മുൾമുനയിൽ നിന്നുകൊണ്ടാണ് അവർ ആ ശ്രമങ്ങളെല്ലാം നടത്തിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ ചെറിയ സമയം, ഈ സമയത്തിനകം ഇതെല്ലാം ചെയ്തു തീർക്കണം. അതുപോലെ മറ്റുള്ള സ്റ്റാഫും അതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. മറ്റുള്ള നേഴ്സിംഗ് സ്റ്റാഫും മറ്റുള്ള തിയേറ്റർ സ്റ്റാഫ് എല്ലാം വളരെ ഹെൽപ്പ് ചെയ്തു. ഈ ഗൈനക്കോളജിസ്റ്റ് ഈ സിസേറിയൻ ചെയ്യുന്നതിനിടയ്ക്ക് ഫോണിലൂടെ മറ്റുള്ള സീനിയർ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം ചെയ്തു. ഈ രണ്ട് കൂട്ടരും ആ രണ്ട് വ്യക്തികളെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു. അമ്മയെയും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ ചുരുങ്ങിയ സമയം, ആ ചുരുങ്ങിയ സമയത്തിനകം ഈ ഇത്തരത്തിലൊരു എമർജൻസി സിറ്റുവേഷനിൽ വളരെ ഒട്ടും തന്നെ മനസ്സ് പതറാതെ മുൾമുനയിൽ നിന്നുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുക എന്നുള്ള നിസ്സാര സംഗതിയല്ല. ആ സമയത്ത് അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം നിസ്സാരമല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിന് എത്രത്തോളം അഭിനന്ദിച്ചാലും അത് മതിയാവുകയില്ല. അങ്ങനെ അത്രത്തോളം ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് അവരിതെല്ലാം ചെയ്യുന്നത്. നിസ്സാരമല്ലത്. ആ അവസ്ഥയിൽ ചെന്ന് പെട്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ആ രണ്ട് ഡോക്ടേഴ്സും മറ്റുള്ള സ്റ്റാഫും കാണിച്ച ആ ആത്മധൈര്യം, ആ സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ ധൈര്യം, അതാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ ഇതിൽ ഏതെങ്കിലും അമ്മയോ കുഞ്ഞോ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. പിറ്റേന്ന് മീഡിയാസിലെല്ലാം വലിയ വാർത്തയാകും. അത് ഡോക്ടറെ കൈപ്പിഴവ് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയാകും. പിന്നെ അതൊരു എൻക്വയറി ആവും. പിന്നെ ആ രണ്ട് ഡോക്ടർമാരെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയായിട്ട് മാറും. അതില്ലാതെ തന്നെ അവർ രണ്ടുപേരും വളരെയധികം ബുദ്ധിപരമായിട്ടും വളരെയധികം ധൈര്യത്തോടു കൂടിയും ഇത് പ്രയത്നിച്ച് അത് വിജയിച്ചു. അമ്മയും കുഞ്ഞും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോയി എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. ഇത് ഏതെങ്കിലും ഒരു മീഡിയാസ് ചർച്ച ചെയ്തിട്ടുണ്ടോ?
പ്രിൻ്റ് മീഡിയയോ അല്ലെങ്കിൽ ഒരു നമ്മളെ വിഷ്വൽ മീഡിയയോ ചർച്ച ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു ചാനലിലെല്ലാം ഇത് വന്നിട്ടുണ്ട്. ലോക്കൽ ചാനലല്ല, ന്യൂസ് പേപ്പറിലെല്ലാം ഇത് വന്നിട്ടുണ്ട് എന്നതൊഴികെ ബാക്കി സംസ്ഥാന തലത്തിലൊന്നും തന്നെ ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. സംസ്ഥാന തലത്തിൽ നമ്മളുടെ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നതാധികാരികളൊന്നും ഈ ഡോക്ടർമാരെ അഭിനന്ദിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. അവരാരും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതല്ലേ? അഭിനന്ദനങ്ങൾ നൽകേണ്ടതല്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ നമുക്കൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. പിറ്റേ ദിവസം ഈ കാര്യങ്ങൾ നടന്നതിന് ശേഷം പിറ്റേ ദിവസം ആ ഗൈനക്കോളജിസ്റ്റും ആ അനസ്തീഷ്യ ഡോക്ടറും അവരുടെ മറ്റുള്ള ജോലികളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസോ അവർ നേരിട്ട് വിളിച്ച് അഭിനന്ദനങ്ങൾ പറയുകയാണെങ്കിൽ അത് അവർക്ക് നൽകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. അത് നിസ്സാരമല്ല. അവർക്ക് വളരെയധികം അത് ധൈര്യം നൽകുന്നു. പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാനും ധൈര്യം നൽകുകയാണ്. അത് ആരോഗ്യവകുപ്പിന് നൽകുന്ന ഒരു മോട്ടിവേഷൻ നിസ്സാരമല്ല. ഈ ന്യൂസ് എല്ലായിടത്തും പരക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഡോക്ടർമാർക്കും അതൊരു മോട്ടിവേഷനാകും. നമ്മൾ ഡോക്ടർമാരുടെ പാളിച്ചകൾ പർവ്വതീകരിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. അപ്പോഴല്ലേ നമ്മളുടെ സിസ്റ്റം നന്നായിട്ട് വരുള്ളൂ. നമ്മളെപ്പോഴും സിസ്റ്റത്തിനെ കുറ്റം പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ സിസ്റ്റം നന്നാക്കാനായിട്ടുള്ള ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൂടി ചെയ്യണം. അപ്പോൾ നമ്മളുടെ മീഡിയാസും അതുപോലെ നമ്മളെ ഉദ്യോഗസ്ഥ മേധാവികളും ഇങ്ങനെയുള്ള കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള അപ്രിസിയേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഡോക്ടർമാർക്കും മറ്റുള്ള സ്റ്റാഫിനെല്ലാം അതൊരു ഉത്തേജകമായിരിക്കും. നമ്മളെ സിസ്റ്റത്തിന് അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.